ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലിയും ദോശയും ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് കൊടുക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞ് ഇഡലി ഉണ്ടാക്കിയിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നത്, പിന്നെ അല്ലാതെ വലിയ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്ത് ചായ വെച്ചായിരുന്നു, ചായയൊക്കെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞ് ഇഡലി ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചായ തിളച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചവിടെ വെച്ചിരുന്നു. കാരണം എൻ്റെ കൈ ഒന്ന് ഒതുങ്ങി. ഇവർക്ക് ഇവന് പെട്ടെന്ന് ടിഫിൻ 6 മണിയാകുമ്പോഴത്തേനും അവൻ റെഡി ആവണമല്ലോ, ടിഫിൻ ഉണ്ടാക്കണ്ട. അതിനു വേണ്ടി മസാല ഇഡലി പെട്ടെന്ന് ഉണ്ടാക്കി. അതിനുശേഷം പിന്നെ നോർമൽ ഇഡലി ഉണ്ടാക്കിയായിരുന്നു. ഇങ്ങനെ രാവിലത്തെ കഴിഞ്ഞതിന് ശേഷം ഇഡലിയുടെ കൂടെ സാമ്പാർ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ജോലികളൊക്കെ ചെയ്യേണ്ടായിരുന്നു. അതെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് വെണ്ടയ്ക്കയും ക്യാരറ്റും ഇട്ട് ഒരു മെഴുക്കുവരട്ടി വയ്ക്കാമെന്ന് വെച്ച്. അപ്പോൾ ഓയിലൊഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് പിന്നെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ഉച്ചയേരം ഒന്ന് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ തീ കൂട്ടിയും കുറച്ചുമൊക്കെ അത് ഒരു രീതിയിലാക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുത്താൽ മതി. പിന്നെ അത് വഴന്ന് നന്നായി വരുന്നിടം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ മത്തങ്ങയും പയറും കൂടെ ഞാൻ അടപ്പത്തിട്ടായിരുന്നു. അതൊന്ന് വെന്ത് വന്നോണ്ടേ അതൊന്ന് ഉടച്ചെടുത്തിട്ട് പിന്നെ അരപ്പൂടെ അതിൽ ചേർത്തിട്ടുണ്ട്. അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും ചേർത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ലാസ്റ്റിൽ പിന്നെ കടുക് കൂടെ വറുത്ത് കൊടുക്കാം. കടുക് വറുക്കാനായിട്ട് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പില പൊട്ടിച്ചതിന് ശേഷം 2 വറ്റൽമുളകും മുറിച്ചിട്ട് പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങായും ചേർത്ത് സവാള ചെറുതായിട്ട് അരിഞ്ഞതും നന്നായി മൂത്ത് വന്നോണ്ടേ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് അത് മൂത്ത് വന്നോണ്ടേ കറിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ കാബേജും ക്യാരറ്റും തോരനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മത്തങ്ങയും പരിപ്പ് കറിയും വെണ്ടയ്ക്കയും ക്യാരറ്റും മെഴുക്ക് പുരട്ടിയും കാബേജും ക്യാരറ്റൂടുള്ള തോരനും. ബീഫ് അച്ചാറിൻ്റെ ബോട്ടിൽ കാലിയായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും ഉടനെ ബീഫ് അച്ചാർ ഇടണം. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതായിരുന്നു. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ.